ഇവർ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിച്ച് ഇപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിൽ സീറ്റ് അഡ്മിഷൻ കിട്ടി ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഇവരോട് ഓൺലൈൻ ബാച്ചിൻ്റെ അനുഭവങ്ങളും നമ്മുടെ ആപ്പ് ബ്രില്യൻറ്റിൻ്റെ ആപ്പ് ഇവരെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പം നിങ്ങളുടെ ഒരു അനുഭവം ഒന്ന് പറയാമോ? ഞാൻ ഓൺലൈനിലായിരുന്നേലും ഹോസ്റ്റലിൽ നിന്നായിരുന്നു എൻ്റെ പഠനം ഉണ്ടായിരുന്നത്. അപ്പം അവസാനത്തെ ഒരു 3-4 മാസമായിരുന്നു ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, എനിക്ക് ആ ഒരു 3-4 മാസമായിരുന്നു ഞാൻ കയറി വന്നത് തന്നെ. പിന്നെ അതുവരെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വേണം പറയാം. കാരണം വീട്ടിൽ നിൽക്കുമ്പോഴും ഭയങ്കര ഉഴപ്പായിരുന്നു. പക്ഷേ ഹോസ്റ്റലിൽ വന്നതിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വീടിൽ നിന്ന് ദൂരെയാണ്, നല്ലോണം ദൂരം. ഞാൻ കാസർഗോഡാണ് എൻ്റെ വീട്. പക്ഷേ അത്ര ദൂരെ വന്ന് പഠിക്കുമ്പോഴും പാരൻസ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചർ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ലേണിംഗ് ആപ്പ് എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തുള്ളൂ. അവസാനത്തെ ഒരു 3-4 മാസം ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തുള്ളൂ. പഠിക്കൽ കുറവായിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്തുകൊണ്ട് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. ഞാൻ രണ്ടും ഓൺലൈനും ഓഫ്ലൈനും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് രണ്ടിൻ്റെയും നല്ല ഡിഫറൻസ് അറിയാം. ഞാൻ ഓൺലൈൻ ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, ക്ലാസ്സസൊക്കെ കറക്റ്റായി കാണാമെങ്കിലും നമ്മൾ എക്സാംസ് എഴുതുമ്പോൾ എക്സാം കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ബുദ്ധിമുട്ടൊക്കെ വരും. പക്ഷേ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എഴുതുമ്പോൾ തോന്നും അത് ലാസ്റ്റ് ആകുമ്പോഴേക്കും കറക്റ്റ് ആവുമായിരിക്കും, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഫൈനൽ ആകുമ്പോൾ നമുക്കത് എന്തായാലും ഒരു പ്രശ്നമാകും. അപ്പോൾ നമ്മൾ മാക്സിമം ബ്രില്യൻറ്റ് ഓഫ്ലൈൻ സെൻറ്റേഴ്സൊക്കെ വെച്ച് എക്സാം നടത്താറുണ്ട്. അപ്പോൾ ആ എക്സാംസൊക്കെ എന്തായാലും അറ്റൻഡ് ചെയ്യണം. പിന്നെ അതല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് OMR വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം കുറേ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ വീഡിയോസൊക്കെ മാക്സിമം കാണാൻ യൂട്ടിലൈസ് ചെയ്യുക. മെയിനായിട്ട് ലാസ്റ്റത്തെ പ്രോബ്ലം സോൾവിങ് പാർട്സ് മാത്രം വീഡിയോസ്, ഫിസിക്സൊക്കെ ആണെങ്കിൽ പ്രോബ്ലം സോൾവിങ് പാർട്ട് മാത്രം എല്ലാ ലെസൺസിൽ കണ്ട അത് നല്ല യൂസ്ഫുള്ളായി തോന്നി. ഞാൻ ഷാഹിമ, ഞാൻ ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. എൻ്റെ ബാച്ച് T22. എൻ്റെ ക്ലാസ് ടീച്ചർ ശ്രീലക്ഷ്മി മാം. എനിക്ക് ഓൺലൈൻ ബാച്ചിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞത്, നമുക്ക് എക്സാം കഴിഞ്ഞിട്ടുള്ള ജോർജ് സാറിൻ്റെ ആ മീറ്റിംഗ് ആണ്. പല തളർന്ന് നിൽക്കുന്ന സമയത്തും ഒരു ചെറിയൊരു കച്ചിത്തിരിമ്പ് അറിയില്ലേ, അത് തന്നത് സാറിൻ്റെ ആ മോട്ടിവേഷൻ സ്പീച്ചാണ്. ഒപ്പം തന്നെ അജയ് സാറ്, പറയാൻ പറ്റില്ല, സാറിൻ്റെ ആ വാക്കുകളൊക്കെ. ഇന്നിവിടെ നിൽക്കുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ റീസൺ ഇപ്പോൾ എൻ്റെ കഷ്ടപ്പാടിന് പുറമെ ഇത് ഏറ്റവും വലിയൊരു ഭാഗമാണ്. ഞാൻ ബ്രില്യൻറ്റിൽ കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ആയിരുന്നു പഠിച്ചത്. സത്യം പറഞ്ഞാൽ അതിൽ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എത്രത്തോളം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം വീട്ടിലാകുമ്പോൾ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പാരൻസും ബ്രദേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ. പിന്നെ അത് മാത്രമല്ല, ബ്രില്യൻറ്റിൻ്റെ ആപ്പുകളാണെങ്കിലും എല്ലാം എനിക്ക് വളരെ യൂസ്ഫുള്ളായിരുന്നു. ഒട്ടും ഒരു ഓൺലൈനിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ക്ലാസ്സുകളൊക്കെ തന്നെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. പിന്നെ എനിക്കൊരു ടെൻഷൻ ഓഫ്ലൈൻ എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അവസാനമായപ്പോൾ എൻ്റെ വീടിന് ഒരു 10 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ തന്നെ എനിക്ക് ഓഫ്ലൈൻ സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാ എക്സാംസും ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രില്യൻറ്റ് എനിക്ക് വളരെ യൂസ്ഫുള്ളായിരുന്നു മൊത്തത്തിൽ. എൻ്റെ പേര് സൗരവ്. ഞാൻ ബ്രില്യൻറ്റ് ഓൺലൈനായിട്ടായിരുന്നു റിപ്പീറ്റർ കോഴ്സ് ചെയ്തത്. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ മേജറായിട്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാരൻസിനൊക്കെ സപ്പോർട്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ മോഡൽ എക്സാമിനൊക്കെ ഭയങ്കര കുറവ് മാർക്കൊക്കെ ആണെങ്കിലും നമ്മളെ പ്രോത്സാഹിക്കുന്നത്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ പാരൻസ് മാത്രമല്ല, നമ്മൾ ക്ലാസ് ടീച്ചേഴ്സും. എൻ്റെ ക്ലാസ് ടീച്ചർ രാജി മാഡം ആയിരുന്നു. അപ്പോൾ മാഡം പറഞ്ഞത്, നിങ്ങൾ ഇത്ര മാർക്ക് കിട്ടിയല്ലോ, അപ്പോൾ കുറച്ചുകൂടി ശ്രമിക്കുക, കുറച്ചുകൂടി മാർക്ക് കിട്ടുക. അപ്പോൾ മാഡം നമ്മളെ മോട്ടിവേറ്റ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ഓരോ എക്സാമിനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടെൻഷൻ അടിക്കാൻ പാടില്ല. ടെൻഷനൊക്കെ പറഞ്ഞാൽ നമ്മളെ ഡൗൺ ആക്കുവാണ്. അപ്പോൾ ടെൻഷൻ ഇല്ലാണ്ട് നമ്മൾ എക്സാം എഴുതണം. അതാണ് ഒരു മെയിൻ. ഓൺലൈനായിട്ടായിരുന്നു പിന്നെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തത്. പക്ഷേ അവസാനമൊക്കെ അപ്പോൾ പിന്നെ ഓഫ്ലൈനായിട്ടായിരിക്കണം നമുക്ക് എക്സാമായിട്ട് എഴുതേണ്ടത്. കാരണം നീറ്റിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനായിട്ടാണല്ലോ എഴുതേണ്ടത്. ആ ഓഫ്ലൈനായിട്ട് നമുക്ക് മോഡൽ എക്സാം എഴുതിയാലേ നമുക്ക് അവസാനം ശരിക്കുള്ള നീറ്റിൻ്റെ എക്സാമിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ സ്പീഡൊക്കെ നമുക്ക് സ്പീഡിൽ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ നിന്ന് എക്സാം എഴുതി ജയിച്ച് ഇവിടെ എറണാകുളം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഓൺലൈൻ ബാച്ചിലെ കുട്ടികൾ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പേരൻസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ഓൺലൈൻ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും നമ്മുടെ ബ്രില്യൻറ്റ് ടീമും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവരെ പോലെ നമുക്ക് എല്ലാവർക്കും ഇവിടെ എത്താൻ സാധിക്കും. അപ്പം നിങ്ങൾ സ്വപ്നം കണ്ട് നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ബ്രില്യൻറ്റിൻ്റെ പേരിൽ എല്ലാ ആശംസകളും നേരുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.